ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 35 പോയിൻ്റ് ഡൗൺ ആണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ടത് എക്സ്പയറി ആണ്. നിഫ്റ്റി എക്സ്പയറി വീക്കിലി എക്സ്പയറി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി നിഫ്റ്റി 50 കുറച്ച് സെൽ ഓഫ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ രണ്ട് രീതിയിൽ സംഭവിക്കാം. 9 മണിയാകുമ്പോഴേക്ക് റിക്കവറി, അല്ലെങ്കിൽ 9:15 റിക്കവറി ഉടൻ തന്നെ, അതല്ലെങ്കിൽ കുറച്ച് താഴത്തേക്ക് പോയതിന് ശേഷം റിക്കവറി ചെയ്യാനായിരിക്കും ചിലപ്പോൾ താല്പര്യപ്പെടുന്നത്. കാരണം പുറത്തെ മാർക്കറ്റ് ഡൗൺ ആണ്. നാളെ വരാൻ വന്ന NVIDIA ഒക്കെ റിസൾട്ടുകൾ മോശമാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ന്യൂസാണ് വാൾ സ്ട്രീറ്റുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു നെഗറ്റീവ് ട്രെൻഡ് വേൾഡ് മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് കുറച്ച് നന്നായ രീതിയിൽ ഒരു 500 പോയിൻ്റൊക്കെ മാർക്കറ്റിൽ സെൽ ഓഫ് വന്നിട്ടുണ്ട്. ഡൗ ജോൺസിൽ 500 പോയിൻ്റോളം താഴെയാണ്. ഡൗ ഫ്യൂച്ചർ ഇന്നലെ 500 പോയിൻ്റ് ഡൗൺ ആണെങ്കിൽ ഡൗ ഫ്യൂച്ചർ ഇന്ന് കാലത്ത് നടക്കുന്ന മാർക്കറ്റിൽ ഫ്യൂച്ചർ കുറച്ച് അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അതൊരു ഓക്കെയാണ്, കുറച്ച് അപ് ട്രെൻഡാണ്. പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ മറ്റുള്ള വേൾഡ് മാർക്കറ്റിലെ യൂറോപ്പ് മാർക്കറ്റൊക്കെ ബന്ധപ്പെട്ടതൊക്കെ ഡൗൺ. അപ്പം നെറ്റ് ഒരു അമേരിക്കയും ഡൗൺ ആണ്, യൂറോപ്പും ഡൗൺ ആണ്. ഇന്നത്തെ ഒരു ഈക്വേഷൻ മാത്രമാണ് ഒരു ഡിഫറൻസ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നെറ്റ് മാർക്കറ്റെല്ലാം ഡൗൺ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഏഷ്യൻ മാർക്കറ്റിലെ ഇഷ്യൂ എന്ന് പറയുന്നത് ജപ്പാനും ചൈനയായിട്ടുള്ള ചെറിയ ഇഷ്യൂസുകൾ പെട്ടെന്ന് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ വളരെയധികം ന്യൂസുകൾ വരുന്നു. ജപ്പാൻ്റെ ഇൻഡെക്സ് വളരെ താഴത്തേക്ക് വരുന്നു. ചൈന വാൺസ് ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ് എക്കണോമിക് ബ്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഇതൊക്കെ ഒരു തായ്വാനുമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ അവർ പുറത്തേക്ക് പറയുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഒരു റോങ് ഒരു മൂവ്മെൻറ്റ്, ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ്സ് നമുക്ക് ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് കുറച്ച് ആ സെക്ടറിലും താഴ്ത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ നെഗറ്റീവ് ട്രെൻഡും കീപ്പ് ചെയ്യുന്നത് NVIDIA. അപ്പോൾ അതും നെഗറ്റീവാണ്. ഇന്ത്യക്ക് ആ കൂടി ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള ട്രേഡ് ഡീൽ നടക്കുന്നുള്ളതാണ്. ഈ ന്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതിൽ വലിയൊരു ആക്ഷൻ ആരും എടുക്കുന്നു തോന്നുന്നില്ല. TV ചാനലുകൾ എടുത്തിട്ടുണ്ട്, കാരണം അവർക്ക് ന്യൂസൊന്നുമില്ല. അപ്പോൾ അവർ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ന്യൂസ് ഇന്ന് വരും നാളെ വരുന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റിയും അതിനൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ന്യൂസാണ്. അപ്പോൾ അതങ്ങനെ കടന്നു പോകും. എന്തായാലും ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് കാണാവുന്നതുള്ളൂ. കുറച്ചൊരു സമാധാനമുള്ള ഡാറ്റ എന്ന് വന്ന് ഫോറിൻ ഇൻവെസ്റ്ററുടെ ബൈ ആണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റർ ബൈ ഒരു 442 കോടി എന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിയ ബൈ ഇന്നലെ വന്നുമില്ല. എന്നാലും മാർക്കറ്റ് ഇന്നലെ വീഴാണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഐഡിയ തോന്നിയിരുന്നു, ഇങ്ങനെ ചിലപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഇല്ല. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്ററിൻ്റെ സെല്ലിംഗ് ഇല്ല എന്നുള്ളത് പോസിറ്റീവാണ്. അതൊരു പോസിറ്റീവായിട്ട് എടുക്കാവുന്ന വലിയൊരു കാര്യമാണ്. പക്ഷേ EFIസിൻ്റെ കേസിൽ ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് 99.55 ആണ്. അത് കുഴപ്പമില്ല. ഇത് ബേസിക്കലായിട്ട് നമുക്ക് നമ്മുടെ റുപ്പീനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സൈഡും പോസിറ്റീവായിട്ട് എടുക്കാം. റുപ്പി പോസിറ്റീവാണ്, വേറെ വിഷയമൊന്നും കാണുന്നില്ല. 88.61 വലിയ നെഗറ്റീവ് ഒന്നും കാണുന്നില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള വേരിയേഷൻ നോക്കിയാൽ മതി. താൽക്കാലികമായ ഇഷ്യൂസൊന്നും ഇവിടെ ഈ സെക്ഷനിൽ നിന്ന് കാണുന്നില്ല. ഗോൾഡിൻ്റെ പാറ്റേണാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം നിങ്ങൾക്കറിയാം, ഗോൾഡ് വീണ്ടും ഒന്ന് താഴത്തേക്ക് പോകുന്നുണ്ട്. USD താഴത്തേക്ക് പോകുന്ന നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ കണ്ടിന്യൂസ് കണ്ടറിയാം. അത് ഭയങ്കര ഫാസ്റ്റായിട്ട് കയറിയതല്ലേ. അപ്പോൾ ചെറുതായിട്ട് കറക്ഷൻ ചെയ്ത് പിന്നെ കറക്ഷൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഈ ഒരു ഫ്ലക്ച്വേഷനിലേക്ക് ഇത് വരണം. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിയില്ല. അതുകൊണ്ടൊരു ബൈ ട്രെൻഡ് ഇല്ല. ട്രേഡേഴ്സിന് ബൈയും സെല്ലും എടുക്കാമെങ്കിലും നെറ്റ് ട്രെൻഡ് സൂക്ഷിക്കേണ്ട മാർക്കറ്റാണ്. മെറ്റൽ സ്റ്റോക്സൊക്കെ ഒരു ഡൗൺ ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെറ്റൽ സ്റ്റോക്സിൽ ഒരു അഗ്രസീവായിട്ട് ബൈ ചെയ്യുന്നത് ഒരു അപകടമായിട്ട് തോന്നുന്നുണ്ട്. ന്യൂസ് ബേസിൽ പറഞ്ഞെന്ന് മാത്രം. 43 പോയിൻ്റ് ഇത് ഡൗൺ തന്നെയാണ്. അപ്പോൾ എക്സ്ട്രീമിലൊരു സെൽ ട്രെൻഡ് കാലത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ട്രേഡിങ്ങിൻ്റെ കട്ടിങ് ഡേറ്റ് ആയതുകൊണ്ടാണ്, ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ എക്സ്പയറി ആയതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഇനീഷ്യലി കുറച്ച് കൂടുതൽ അടിക്കാനുള്ള സാധ്യത വരുന്നത്. അല്ലെങ്കിൽ അത്രമാത്രമുള്ള നെഗറ്റീവ് ന്യൂസൊന്നും മാർക്കറ്റിനില്ല. ഓക്കെ, താങ്ക് യു.